എന്നിട്ട് വേണ്ട ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി അവന്റെ കൂടെ പോണമായിരുന്നു. ഇപ്പൊ മഞ്ജു ഭയങ്കര വഴക്കാണ്. അറിഞ്ഞോ? ആ, കാരണം എന്നിട്ട് അവൻ അവിടെ വാളെ പിടിച്ച് നടക്കുക. അതെ, തീർച്ചയായും ഇതാണ് പ്രശ്നം. ഇവൻ എന്നിട്ട് ഇങ്ങോട്ട് വിളിയൊക്കെ ഉണ്ടായിരുന്നു മോനെ. പക്ഷെ ദിലീപിന്റെ പണിയാ. അല്ല ആന്റി, ഞാൻ ഇവിടെ കേൾക്കൂ ഒരു സെക്കൻഡ്. അപ്പൊ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിപ്പകർപ്പിലെ കാവ്യവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ വിഷയത്തിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ മൊഴിയെക്കുറിച്ചും മഞ്ജു വാര്യരുടെ മൊഴിയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ നടി ആക്രമിക്കപ്പെട്ട അടുത്ത ആഴ്ച തന്നെ ഈ പറഞ്ഞ ദിലീപും കാവ്യയും ചേർന്ന് ഫെഡറൽ ബാങ്കിലെ പനമ്പള്ളി നഗറിലെ ശാഖയിൽ ഒരു ബാങ്ക് ലോക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെയും കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ കേസിലെ കാവ്യവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, ദിലീപും മഞ്ജുവും തമ്മിൽ വൈവാഹിക ജീവിതത്തിൽ ഇരിക്കെ തന്നെ 2010 മുതൽ ദിലീപും കാവ്യയും തമ്മിൽ ഒരു അവിഹിത ബന്ധം നിലനിന്ന് പോന്നിരുന്നു. അങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ അവിഹിതം മഞ്ജു വാര്യർ ഒരു ദിവസം പൊക്കുന്നത്. അതോടെ ദിലീപ് മഞ്ജു വാര്യർ ബന്ധം അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. ഒരു 2014 ആയപ്പോഴേക്കും ദിലീപും മഞ്ജു വാര്യറും തമ്മിൽ പിരിയുന്നു. ഒരു 2015 ഇവർ ഡിവേഴ്സ് ആവുകയും ചെയ്തു. പക്ഷെ ഇങ്ങനെയൊക്കെ ഡിവേഴ്സ് ആയെങ്കിലും ഇവർ ഡിവേഴ്സ് ആവാൻ കാരണക്കാരനായി ദിലീപ് വിശ്വസിച്ചിരുന്നത് നമ്മുടെ ആക്രമിക്കപ്പെട്ട നടി കാരണമായിട്ടാണ് എന്നുള്ളതാണ്. കാരണം ഈ കാവ്യയും ദിലീപും തമ്മിലുള്ള അവിഹിതത്തെ കുറിച്ച് ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് നല്ല അറിവുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ആ നടി അതിനെക്കുറിച്ച് മഞ്ജു വാര്യരോട് സംസാരിച്ചത് ദിലീപ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപ് വിശ്വസിച്ചത് എന്താണ്, ആ നടി മഞ്ജു വാര്യരോട് കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞതുകൊണ്ടാണ് മഞ്ജു വാര്യർ ഈ അവിഹിതം പൊക്കിയതും പിന്നീട് ഡിവേഴ്സ് ആവാനും കാരണമായത് എന്നുള്ളതാണ്. അത് കാരണം ദിലീപിന് നല്ല പക ഈ നടിയോടുണ്ടായിരുന്നു. അതിനുശേഷം ഈ നടിയുടെ സിനിമയിലുള്ള അവസരങ്ങളെല്ലാം ദിലീപ് മുടക്കുകയും ഒരു 2017 ആയപ്പോഴേക്കും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഈ നടി പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും കാര്യങ്ങൾ ഞാൻ കണക്ട് ചെയ്ത് സംസാരിച്ച് എന്തിനാണെന്ന് വെച്ചാണെങ്കിൽ ഈ ദിലീപ് കാവ്യ അവിഹിതം ഈ കേസിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ കേസിലെ വിചാരണ വേളയിൽ ഈ ദിലീപും കാവ്യയും തമ്മിലുള്ള അവിഹിതം തെളിയിക്കാനുള്ള എല്ലാ ശ്രമവും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് കാവ്യയോടായിരുന്നു അത് ചോദിച്ചിരുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 2010 ഈ ദിലീപും കാവ്യയും തമ്മിലുള്ള അവിഹിതം തുടങ്ങുന്നത്. പക്ഷെ ഒരു 2012 ആയ സമയത്ത് ദിലീപ് കാവ്യയുടെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു. ആ വോയിസ് മെസ്സേജ് ദിലീപ് അറിയാതെ മഞ്ജു പൊക്കുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അതിജീവിതയായിട്ടുള്ള നടിയോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന ദിലീപും കാവ്യയും നമ്മുടെ അതിജീവിതയായിട്ടുള്ള നടിയും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണല്ലോ. അപ്പൊ അവളോട് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. ഈ ഒരു കാരണം കൊണ്ടാണ് മഞ്ജു വാര്യർ നമ്മുടെ അതിജീവിതയായിട്ടുള്ള നടിയോട് കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന് വെച്ചത്. പക്ഷെ മഞ്ജു വാര്യർ ചോദിച്ച സമയത്ത് തുടക്കത്തിലൊന്നും ഈ നടി ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല. ഇത് ഞാൻ പറയുന്ന ആവശ്യകത എന്താണെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ആദ്യം അധികം ഒന്നും തുറന്നു പറഞ്ഞില്ല. പക്ഷെ പിന്നീട് മഞ്ജു വാര്യർ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഈ നടിയുടെ അച്ഛനാണ് നടിയുടെ കാര്യങ്ങളൊക്കെ മഞ്ജുവിനോട് തുറന്നു പറയാൻ ആവശ്യപ്പെടുന്നത്. അതോടെ ഈ നടി തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം മഞ്ജു വാര്യരോട് തുറന്നു പറയുകയായിരുന്നു. എസ്പെഷ്യലി സിനിമാക്കാരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2011 സമയത്ത് അമേരിക്കയിൽ ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ദിലീപും കാവ്യയും ബാത്റൂമിൽ കയറി വാതിലടിച്ചത് ഈ പറയുന്ന നടി കണ്ടിട്ടുണ്ടായിരുന്നു. അതടക്കം മഞ്ജു വാര്യരോട് ഈ നടി പറയുകയും ഉണ്ടായി. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ദിലീപ് മഞ്ജു വാര്യർക്ക് 2012 അയച്ച ആ വോയിസ് മെസ്സേജ് ആണ് ഈ സംഭവ പരമ്പരകളുടെ എല്ലാം തുടക്കം എന്ന് പറയേണ്ടി വരും. ആയതിനാൽ തന്നെ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും കോടതിയിൽ വെച്ച് കാവ്യയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഓർമ്മയില്ല എന്നുള്ള രീതിയിലാണ് കാവ്യ മറുപടി നൽകിയത്. അതേപോലെ തന്നെ ഈ ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് എന്തെങ്കിലും ശത്രുതയുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും കാവ്യയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അങ്ങനെ ഒരു ശത്രുത വെച്ച് പുലർത്തിയതായിട്ട് എനിക്ക് അറിവില്ല എന്നുള്ള രീതിയിലായിരുന്നു കാവ്യ മറുപടി നൽകിയത്. ഇവിടെ എങ്ങനെയാലും ദിലീപും കാവ്യയും തമ്മിലുള്ള അവിഹിതം പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ മെയിൻ ശ്രമം എന്ന് പറയുന്നത്. ഇവരുടെ അവിഹിതത്തെ കുറിച്ച് ഈ അതിജീവിതമായിട്ടുള്ള നടി മഞ്ജുവിനോട് പറഞ്ഞത് കാരണമായിട്ട് എന്തെങ്കിലും ശത്രുത ദിലീപിനുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് കേസിന് വലിയൊരു വഴിത്തിരിവ് തന്നെയായിരിക്കും. അതിനുവേണ്ടി തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ കാവ്യയും ദിലീപും തമ്മിൽ അവിഹിതം പ്രൂവ് ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. എന്തായാലും ദിലീപിന് ആ റൊമാൻറ്റിക് മെസ്സേജുകൾ വന്ന കാവ്യയുടെ ആ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ആ ഫോൺ നമ്പർ 2017 ഫെബ്രുവരി 17 വരെയാണ് കാവ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് നടി ആക്രമിക്കപ്പെടുന്ന ആ സമയം വരെ. അതിനുശേഷം അവർ ആ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യുകയുണ്ടായി. അപ്പൊ എന്തിനായിരുന്നു ആ സമയത്ത് തന്നെ ആ നമ്പർ മാറ്റിയത് എന്ന ചോദ്യം കാവ്യയോട് പ്രോസിക്യൂഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേരം കാവ്യ പറഞ്ഞ മറുപടി, ഞാനൊരു സെലിബ്രിറ്റിയാണ്, എന്റെ നമ്പർ പലതരത്തിലും ലീക്ക് ആവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫോൺ നമ്പർ മാറ്റിയത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ 2012 ദിലീപ് അയച്ച റൊമാൻറ്റിക് മെസ്സേജിനെ കുറിച്ചും കാവ്യയോട് ചോദിക്കുകയുണ്ടായി. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർമ്മയില്ല എന്ന മറുപടിയാണ് കാവ്യ നൽകിയത്. പിന്നെ അതുപോലെ തന്നെ 2016-17 കാലഘട്ടങ്ങളിൽ കാവ്യ മാധവിന്റെ ഫോണിലേക്ക് ദിലീപ് 772 തവണയാണ് വിളിച്ചത്. എത്രയാണ് 772 തവണ? അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ള ചോദ്യവും പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം കാവ്യയുടെ മറുപടി, ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ച സമയമായിരുന്നു അത്, അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് ദിലീപ് വിളിച്ചത്, അല്ലാണ്ട് അസ്വാഭാവികമായിട്ടൊന്നും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു അതിന് കാവ്യ കൊടുത്ത മറുപടി എന്ന് പറയുന്നത്. അതായത് ഒരു തരത്തിലും ഒന്നും വിട്ടു പറയാത്ത രീതിയിലായിരുന്നു പ്രോസിക്യൂഷന് ചോദ്യം
ചോദ്യങ്ങൾക്കെല്ലാം കാവ്യ മറുപടി നൽകിയത്. പിന്നെ അതിനുശേഷം ഈ 2012 സമയങ്ങളിലൊക്കെ ദിലീപുമായി എന്ത് തരത്തിലുള്ള ബന്ധമായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യവും കാവ്യക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം കാവ്യ കോടതിയിൽ കൊടുത്ത മൊഴി എന്ന് പറയുന്നത് നല്ലൊരു സുഹൃത്തായിരുന്നു, സുഹൃത്തിനേക്കാൾ കുറച്ചധികം അടുപ്പമുണ്ടായിരുന്നു എന്നത് മാത്രമാണ് എന്നുള്ളതാണ്. പിന്നെ 2011 സമയത്ത് ഈ സിനിമാക്കാരുമായി ബന്ധപ്പെട്ടുള്ള അമേരിക്കൻ ട്രിപ്പിൽ വെച്ച് ദിലീപും കാവ്യയും തമ്മിൽ വേണ്ടാത്ത പല കാര്യങ്ങളും ചെയ്തു എന്നുള്ള ആരോപണത്തെ കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് മറ്റേ അതിജീവിതമായിട്ടുള്ള നടി ദിലീപും കാവ്യയും തമ്മിൽ ബാത്റൂമിൽ കയറി വാതിലടിക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതിനെ കുറിച്ചെല്ലാം ചോദിച്ച സമയത്ത് അതെല്ലാം നിഷേധിച്ചുകൊണ്ടുള്ള മറുപടിയാണ് കാവ്യ നൽകിയത്. അന്ന് അമേരിക്കയിൽ ചോക്ക് പോയപ്പോൾ തന്റെ അച്ഛനും അമ്മയും തന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള മറുപടിയാണ് കാവ്യ നൽകിയത്. അപ്പൊ അച്ഛനും അമ്മയുടെയും മേൽനോട്ടത്തിലാണ് താൻ അവിടെ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്ന് കാവ്യ സമർത്ഥിക്കുകയായിരുന്നു അതുവഴി. പിന്നെ അതുപോലെ തന്നെ നടിയായിട്ടുള്ള ഭാവനയുടെ കൂടെ ആയിരുന്നു കാവ്യ അന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഷെയ്ഡ് റൂം ആയിരുന്നു. അപ്പോൾ തനിക്കാരൊരു പ്രൈവറ്റ് റൂം പോലും അവിടെ എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ കാവ്യ ഇവിടെ സംസാരിച്ചു വെക്കുകയായിരുന്നു. പിന്നെ ദിലീപ് പലപ്പോഴും ഈ കാവ്യയുടെയും ഭാമയുടെയും റൂമിലേക്ക് വരാറുണ്ട്. അത് മറ്റൊന്നിനുമല്ല, ഷോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനും ഒപ്പം യാത്രകളുടെ ചാർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും ഒക്കെയാണ്. കാരണം ദിലീപ് കണ്ടക്ട് ചെയ്ത പരിപാടിയാണല്ലോ 2011 സമയത്ത് അമേരിക്കയിൽ നടന്നത്. അപ്പൊ ആ പരിപാടിയുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷോ ദിലീപ് ആണല്ലോ. അപ്പൊ ആ ഷോയുമായി ബന്ധപ്പെട്ട് ദിലീപ് എല്ലാവരോടും സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നോടും സംസാരിച്ചിരുന്നു എന്ന രീതിയിലാണ് കാവ്യ പറഞ്ഞു വെച്ചത്. അല്ലാതെ അവിടുന്ന് അധികമായി അടുപ്പം കാണിക്കാനുള്ള അല്ലെങ്കിൽ അമിതമായി ഇടപഴകാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായില്ല എന്നുള്ള രീതിയിലാണ് കാവ്യ പറഞ്ഞത്. എന്തായാലും ഈ കാവ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോടതി ഏതാണ്ട് വിശ്വാസത്തിൽ എടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ അതിനുശേഷം മഞ്ജു വാര്യർ നിങ്ങളുടെ അവിഹിതത്തെ കുറിച്ച് താങ്കളോട് എന്തെങ്കിലും ചോദിച്ചിരുന്നു എന്ന ചോദ്യവും കാവ്യയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമുള്ള കാവ്യന്റെ മറുപടി ഓർമ്മയില്ല എന്നുള്ളതായിരുന്നു. ഒരുവിധ എല്ലാ ചോദ്യങ്ങൾക്കും അത്തരത്തിലുള്ള മറുപടിയാണ് കാവ്യ നൽകിയത്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും 2012 വേളകളിൽ ദിലീപും കാവ്യയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച മെസ്സേജുകൾ റിട്രീവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ അത് കുറെ വർഷങ്ങൾക്ക് മുമ്പേ നടന്നൊരു സംഭവം ആയതുകൊണ്ട് തന്നെ അതിന്റെ മെസ്സേജുകൾ റിട്രീവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിരുന്നു. ഒരു പക്ഷെ അങ്ങനെ റിട്രീവ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കേസിൽ അത് വലിയൊരു വൈത്തിരിവായി മാറിയേനെ. പക്ഷെ എന്ത് ചെയ്യാനാകും, അതിലൊന്നും പ്രോസിക്യൂഷന് സാധിക്കാതെ പോയി. എന്നിരുന്നാലും എല്ലാ തരത്തിലും ദിലീപിന് അനുകൂലമായിട്ടുള്ള മൊഴിയായിരുന്നു കാവ്യ മാധവൻ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ കാവ്യ മാധവൻ വഴി ദിലീപ് കാവ്യ മാധവൻ അവിഹിതം തെളിയിക്കാനുള്ള പ്രോസിക്യൂഷൻ എല്ലാ ശ്രമവും പരാജയപ്പെട്ടു പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ അത്രയൊക്കെയാണ് കാവ്യ കോടതിയിൽ കൊടുത്ത മൊഴിയെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ഇനി പറയുന്ന കാവ്യയുമായി ബന്ധപ്പെട്ട് കാവ്യയുടെ മുൻ അമ്മായിയമ്മ കാവ്യയുടെ മുൻ ഭർത്താവായിട്ടുള്ള നിശാന്തുമായിട്ടുള്ള ഡിവേഴ്സിന്റെ സമയത്ത് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടോക്കാം. കണ്ണൻ ചേട്ടൻ ഡൈവോഴ്സ് ആണെന്ന് പറയുന്നത് തെമ്മാടിത്തര വലിയോ സംശയം എന്താണ്? ബാക്കി കേക്ക്. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഒരു കല്യാണത്തിന് ഗിഫ്റ്റും ഒക്കെ ആയിട്ട് പോയതാ. ഓഹോ. അപ്പൊ എന്റെ ചേച്ചി ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു ഡോക്ടർ. ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ കുറെ സംഭവങ്ങൾ ഇരിപ്പുണ്ടെന്നാല് ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ആരും പറയണ്ട. അത് ശരി. അത് കാണിക്കണ്ടപ്പോ കാണിച്ചു. എന്നിട്ട് എന്തോ ചെയ്തെന്ന് അറിയാമോ? ആന്റി വിളിക്കുന്ന സമയത്ത് വീട്ടിൽ വരണമോ കേട്ടോ? വരണു വരാത്തൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ശബ്ദം എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ. ഇനി ഇത് രാഹുൽ ഈശ്വർ ആണോ? കേട്ടത് രാഹുൽ ഈശ്വറിന് അതേ സൗണ്ട്. രാഹുൽ ഈശ്വർ ആണെന്നുണ്ടെങ്കിൽ കോമഡി ആയിരിക്കും കേട്ടോ. ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് ആഘോരാർത്ഥം ചാനലുകളായ ചാനലുകൾ കയറി കച്ചറുണ്ടാക്കി നടന്ന ആളാണ് ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ. അതുകൊണ്ട് തന്നെ ഇത് രാഹുൽ ഈശ്വർ ആണെന്നുണ്ടെങ്കിൽ അത് മുട്ടൻ കോമഡി ആയിരിക്കും. എന്തായാലും കാവ്യന്റെ ആദ്യം അമ്മായിമ്മക്ക് പറയാനുള്ള എന്താണെന്നുള്ള ബാക്കിയോട് കേട്ടോക്കാം. എന്നിട്ട് ഇത് കേട്ടോ, എന്നിട്ട് ഇത് മോനും 2 വാക്ക് പറയണം അതിനു വേണ്ടിയാ. എന്നിട്ട് എന്താ ചെയ്തെന്ന് അറിയാമോ? എന്റെ ചേച്ചി നാട്ടിൽ ചെന്നപ്പം ഈ ഡിറ്റക്ടീവ്സിനായിട്ട് അന്വേഷിപ്പിച്ചത് ആരാ ഇത്, എന്തിനാ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത ഒരു കുടുംബത്തെ കുറിച്ച് എഴുതിയെന്നൊക്കെ അന്വേഷിപ്പിച്ചു. എഴുതിയവന്മാരെ പിടിച്ചു. ഈ ആർ രാധാകൃഷ്ണൻ, യു ഹരീഷ്, കൊച്ചി ഒറ്റപ്പാലം പിടിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത് കാവ്യയുടെ അമ്മ പറഞ്ഞു എന്തിനെ എന്ന് ചോദിച്ചോടനെ പറഞ്ഞു ഇതൊക്കെ എഴുതാൻ പറഞ്ഞു. ഓക്കെ, ആ പറഞ്ഞത് മനസ്സിലായോ? അതായത് കാവ്യ ആദ്യ ഭർത്താവുമായി ഡിവേഴ്സ് നടന്ന സമയത്ത് അന്ന് ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ആയിട്ട് കാവ്യയുടെ ആദ്യ ഭർത്താവായിട്ടുള്ള നിശാന്ത് ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടന്നിട്ടുണ്ടായിരുന്നു. ആരോ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റിന് പിന്നാലെയാണ് ഈ പ്രചരണം ഒക്കെ നടന്നത്. അപ്പൊ ആ പോസ്റ്റ് ഇട്ട ആൾ ആരാണെന്നുള്ളത് കാവ്യയുടെ ആദ്യ ഭർത്താവായിട്ടുള്ള നിശാന്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ആ അന്വേഷണത്തിനൊടുവിൽ അവർക്ക് ആളെ കിട്ടുകയും ചെയ്തു. എന്തോ ആർ രാധാകൃഷ്ണൻ എന്ന പേരുള്ള ഒരാളാണ് ഈ പ്രചരണം നടത്തിയത്. എന്തായാലും ആളെ കിട്ടി ചോദ്യം ചെയ്തപ്പോൾ ആള് പറഞ്ഞത് എന്താണെന്ന് വെച്ചാണെങ്കിൽ കാവ്യയുടെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ചത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് കാവ്യയുടെ ആദ്യത്തെ അമ്മായിമ്മ പറഞ്ഞത്. എന്തായാലും ബാക്കിയൂടെ കേട്ടോക്കാം. എന്തിനാ ചോദിച്ചെന്നെ പറഞ്ഞു പബ്ലിക്കിന്റെ സിമ്പതി മേടിക്കാൻ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതായത് ആദ്യ ഭർത്താവായിട്ടുള്ള നിശാന്തിനെ പബ്ലിക്കിന് മുന്നിൽ മോശക്കാരനായി കാണിച്ചിട്ട് അവനൊരു ഡ്രഗ് അഡിക്റ്റ് ആയി കാണിച്ചുകൊണ്ട് അവനിൽ നിന്നും തനിക്ക് ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കാവ്യക്ക് പബ്ലിക്കിന് മുന്നിൽ ഒരു സിമ്പതി നേടണം. അതിനുവേണ്ടി കളിച്ച കളികളാണ് ഈ ഫേസ്ബുക്കിലെ പ്രചരണങ്ങളെല്ലാം എന്നുള്ള രീതിയിലാണ് ഈ അമ്മായിമ്മ സംസാരിച്ചു വെക്കുന്നത്. എനിവേ ബാക്കിയൂടെ കേട്ടോക്കാം. വീട്ടമ്മയാകാൻ പോയ കാവ്യ എന്തിനു തിരിച്ചു വന്നു, അമ്മായിയമ്മ 2 ഇടി മോനെ കൊന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലല്ലേ പറ്റത്തുള്ളൂ.
എവർക്ക് കിട്ടാൻ പോവാ ഇതുപോലെ പഠിത്തമുള്ളത്. എന്നിട്ട് അവസാനം ഇപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടെ വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞു. മോളെ ഞങ്ങൾ ടി വി കൂടെ കാണുന്ന ഇത്. ഞാൻ തകർന്നു. ഓക്കെ, ഈ ആദ്യ അമ്മായിമ്മയെ കുറിച്ച് കാവ്യ പലയിടത്തും മോശമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ നാൾ തൊട്ട് തന്നെ ഈ അമ്മായിമ്മ തന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ കാവ്യ പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇവർ ഈ പറഞ്ഞ കാര്യം കുറെയൊക്കെ ശരിയാവാനാണ് സാധ്യത. കാരണം 2009 ഈ പറയുന്ന കാവ്യ മാധവൻ ആദ്യ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അന്ന് വന്ന വാർത്ത ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. നടി കാവ്യ മാധവൻ വിവാഹമോചനത്തിനൊരുങ്ങുന്നു. ഭർത്താവിന്റെ പീഡനവും സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കവുമാണ് വിവാഹമോചനത്തിന് കാരണം. നാളെ കുടുംബ കോടതിയിൽ വിവാഹമോചന കേസ് ഫയൽ ചെയ്യും. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തിരുവനന്തപുരം സ്വദേശി നിശാൽ ചന്ദ്രയെ കാവ്യ വിവാഹം കഴിച്ചത്. കൊല്ലൂർ മൂകാംബികയിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം കൊച്ചിയിൽ താരങ്ങൾ പങ്കെടുത്ത ആർഭാടമായ വിരുന്ന് സൽക്കാരവും നടത്തിയിരുന്നു. വിവാഹശേഷം ഭർത്താവിന്റെ ജോലിസ്ഥലമായ കുവൈറ്റിലായിരുന്ന കാവ്യ അധികം താമസിയാതെ തന്നെ നാട്ടിൽ തിരിച്ചെത്തിയതായും കാവ്യയോടടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു. നിശാലിന്റെ സഹോദരനും വിവാഹം ചെയ്ത് അധികം നാളുകൾക്കകം വിവാഹമോചനം നേടിയിരുന്നു. നാളെ തിരുവനന്തപുരം കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. ഇതു സംബന്ധിച്ച് കൊച്ചിയിലെ പ്രമുഖ വനിതാ അഭിഭാഷകയോട് കാവ്യ നിയമോപദേശം തേടിയതായും സൂചനകളുണ്ട്. ബാലനടിയായി സിനിമയിൽ അരങ്ങേറ്റം നടത്തിയ കാവ്യ ലാൽ ജോസിന്റെ ചന്ദ്രനുദിക്കുന്ന ദിക്കിലൂടെയാണ് നായികാ പദവിയിലേക്ക് ഉയർന്നത്. നിശാൽ ചന്ദ്ര ബാലനടനായിരുന്നു. താരങ്ങളുടെ വഴിപിരിയൽ സിനിമാ ലോകത്ത് പുതുമയല്ലെങ്കിലും വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനു മുമ്പുള്ള ഈ വഴിപിരിയൽ മലയാള സിനിമയിൽ ആദ്യമാണ്. ഓക്കെ, ഇത് അന്ന് വന്ന വാർത്തയാണ്. ഇതിനെക്കുറിച്ചാണ് കാവ്യയുടെ അമ്മായിമ്മ തൊട്ടു മുമ്പ് സംസാരിച്ചത്. എനിവേ നമുക്കിനി ഇവരുടെ സംഭാഷണത്തിന് ബാക്കി കൂടി കേട്ടോക്കാം. ചുമ്മാ കള്ളി കഴിവണ്ടാമോൾ. എന്നിട്ട് വേണ്ട ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി അവന്റെ കൂടെ പോണമായിരുന്നു. ഇപ്പൊ മഞ്ജു ഭയങ്കര വഴക്കാണ്. അറിഞ്ഞോ? ആ, എന്നിട്ട് അവിടെ വാളെ പിടിച്ച് നടക്കുക. ഓക്കെ, ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ദിലീപിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് കാവ്യക്ക് ദിലീപിന്റെ കൂടെ ജീവിക്കണം. അപ്പൊ അതിന് മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരുമാണല്ലോ. അവരെങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മാത്രമേ കാവ്യക്ക് ദിലീപിന്റെ കൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി കാവ്യ കണ്ട വഴിയാണ് അവർക്കെതിരെ ഡൊമസ്റ്റിക് കേസ് അങ്ങ് ഫയൽ ചെയ്യുക. എന്നിട്ട് അത് ഡിവേഴ്സ് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത്. കാവ്യയുടെ ആ തന്ത്രം ഏറെക്കുറെ ഫലിക്കുകയും ചെയ്ത് കേട്ടോ. കാവ്യ അങ്ങനെ ഒരു കേസ് കൊടുത്തത് കാരണം പെട്ടെന്ന് തന്നെ കാവ്യക്ക് ഡിവേഴ്സും കിട്ടി. ഇപ്പൊ അതാ ദിലീപിനെ ഭാര്യയായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. എന്തായാലും ബാക്കിയൂടെ കേട്ടോക്കാം. ഒരു കാര്യം കൂടെ, ഇങ്ങനെ ഒരു കാര്യം അറിയാമെന്നുള്ളതുകൊണ്ടാണ് ആന്റി ഞാൻ ആന്റിയോട് അന്ന് വിളിച്ചപ്പോൾ ചോദിച്ചു. ഓർക്കുന്നുണ്ടോ ആന്റി? ആന്റി ഈ ബന്ധം. ഓക്കെ, അപ്പൊ ആദ്യ ഭർത്താവുമായി കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് തന്നെ ദിലീപിന് കാവ്യവുമായി എന്തൊക്കെയോ ചുറ്റിക്കാൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പുറത്തുള്ള ആൾ പറഞ്ഞു വെക്കുന്നത് അല്ലേ. അതിനെക്കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അയാൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ കാവ്യയുടെ ആദ്യ വിവാഹം തൊട്ട് തന്നെ ഉണ്ട് ഈ ദിലീപും കാവ്യയും തമ്മിലുള്ള ചുറ്റിക്കളികൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ബാക്കി കണ്ടോക്കാം. മോൻ പറഞ്ഞു ഫെബ്രുവരി 4 വരെ ആരുടെ കൂടെ നീ കിടന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. എന്ത് തങ്കപ്പെട്ട മോന് അല്ലേ. കല്യാണം ഉറപ്പിച്ച സമയത്ത് കാവ്യയുടെ ആദ്യത്തെ ഭർത്താവ് കാവ്യയോട് പറഞ്ഞ കാര്യങ്ങളാണ് അമ്മായിമ്മ പറയുന്നത്. നീ കല്യാണം വരെ ആരെ കൂടെ കിടന്നാലും കുഴപ്പമില്ല, എനിക്കത് വിഷയമേ അല്ല. കല്യാണത്തിന് ശേഷം നിന്റെ ഭാര്യയുമായി ജീവിച്ചാൽ മതി എന്നുള്ളത്. ഇങ്ങനെ ഒരു തങ്കപ്പെട്ട ഭർത്താവിന് എവിടെ കിട്ടും അല്ലേ. എന്തായാലും ബാക്കിയൂടെ കേട്ടോക്കാം. ഇതാണ് പ്രശ്നം. യവൻ എന്നിട്ട് ഇങ്ങോട്ട് വിളിയൊക്കെ ഉണ്ടായിരുന്നു മോനെ. കഥകൾ ഒരുപാടുണ്ട്. കാരണം ഞാൻ ആന്റിയുടെ വീട്ടിൽ വന്നിരുന്നു ഒരിക്കൽ. വന്നപ്പോ ഇവിടെ ആരുമില്ല, പിന്നെ ഡോർ ഗേറ്റും തുറക്കുന്നില്ല, പിന്നെ ഞാനങ്ങ് വിട്ടു. കാരണം ഇവള് കല്യാണത്തിന് 3 ദിവസം മുമ്പ് മോനെ എനിക്ക് മോൻ വിളിക്കപ്പോഴൊക്കെ ഞാൻ ഭയങ്കര വിഷമത്തിരിക്കുക. കാരണം എന്താണെന്നറിയാമോ, കല്യാണത്തിന് 3 ദിവസം മുമ്പ് ഈ പണ്ടാരും ചാവാൻ തുടങ്ങി ഇവള്. എന്റെ ഭഗവാനെ. അപ്പൊ അങ്ങനെ ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ എന്റെ ഇഷ്ടത്തിനല്ല ഈ കല്യാണം നടത്തിയാന്ന്. ഞങ്ങൾ എന്തോ ചെയ്യും മോനെ. എനിക്ക് മനസ്സിലായി. കാരണം ഇത് ആരെക്കാളും കൂടെ എനിക്ക് മനസ്സിലായി. ഞാൻ തകർന്നു പോയത് വേറൊന്നുമല്ല, എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന കൊച്ചു പെൺകുട്ടികളോട് ആമ്പടിച്ച ചെറുത. ഇവനാണെ ഒന്ന് ദേഷ്യപ്പെടാൻ അറിയത്തില്ല. അത് ബാങ്കിലൊക്കെയാണ് ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റി. തീർച്ചയായും സ്ട്രെസ് ആവത്തില്ലേ അവൻ സ്ട്രെസ് ആവത്തില്ലേ? അവൻ അമേരിക്ക പഠിച്ച കുഞ്ഞ് നമ്മൾ പറഞ്ഞ കല്യാണം എടുത്തു. അതേ അവന് പറ്റിയ തെറ്റുള്ളൂ. അവന് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അവൻ ആന്റി എനിക്ക് തകർന്നു. ഞാൻ പറഞ്ഞു അത് ശരി. അപ്പൊ കല്യാണം കഴിഞ്ഞ ആദ്യ നാൾ തൊട്ട് തന്നെ ഭർത്തൃ വീട്ടിലെത്തിയപ്പോൾ കാവ്യ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയിരുന്നെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണല്ലോ കല്യാണം കഴിഞ്ഞ ഭർത്തൃ വീട്ടിലെത്തിയപ്പോൾ എനിക്കിത് താല്പര്യമുള്ള ബന്ധമല്ലായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവായി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ കാവ്യ സംസാരിച്ചു വെച്ചത്. അതുപോലെ തന്നെ എങ്ങനെയും ആ ബന്ധത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് ഭർത്താവിലെ നിശാന്ത് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. അതിനെയും കുറിച്ചും ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്തായാലും ബാക്കി കേട്ടോക്കാം. അല്ല ആന്റി ഞാൻ വളരെ കേൾക്കും ഒരു സെക്കൻഡ്. കാരണം ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറിനെ ഞാൻ കണ്ടു. ട്രിവാൻഡ്രം റിപ്പോർട്ടർ. അപ്പൊ ട്രിവാൻഡ്രം റിപ്പോർട്ട് എന്നെ കണ്ടപ്പോൾ എന്റെ ചോദിച്ചു, മാഷെ എന്തൊക്കെയുണ്ട് വിഷയം എന്ന് ചോദിച്ചു. കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കഥ കൊട്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് പുള്ളി എന്നെ കണ്ടത്. പക്ഷെ അപ്പോഴെന്നെ കാണാൻ പറ്റില്ല. കാരണം ഞാൻ അപ്പോൾ തന്നെ കാർ കൊടുത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് എന്നെ കാണാൻ പറ്റിയില്ല.
പിന്നെ ഒരു ദിവസം സെക്രട്ടറിയേറ്റിൽ ഒരു പ്രോഗ്രാമിന് ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ പാടാൻ വേണ്ടി നിൽക്കുമ്പോൾ, അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷേ നമസ്കാരം, എന്താണ് നിശ്ചലിന് അറിയാവോ? ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ പ്രസ്സല്ലേ, എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അയ്യോ അങ്ങനല്ല, എന്റെ നെൽവിഷനായിട്ട് കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് റൂമേഴ്സ് അറിഞ്ഞു. അപ്പൊ ഒരു സുഹൃത്തിനോ എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു വാക്കേ പറയാനുള്ളൂ, അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളുടെ നാക്ക് അഴുകി പോകുന്നു ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. തമാശ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അതല്ല പറയുന്നത്, ഒരു എന്താ പറയണേ, മനസ്സ് സഹിക്കാൻ വയ്യ. ഞാൻ അതൊക്കെ വളരെ എഴുതിപ്പിച്ചതാണ്. ഞാൻ PROയും ദിലീപും കൂടെ. ഞാൻ മ്യൂസിയത്ത് ജോഗിങ് ആയിരുന്നേ. അപ്പോഴ് 2 സ്ത്രീകൾ ബാക്കിൽ കൂടെ വരുന്നത്, എനിക്ക് അൺനോൺ പേഴ്സൺ, നമുക്ക് പരിചയമൊന്നുമില്ല. അവര് ബാക്കി കൂടെ നടന്നിട്ട്, അല്ല അവളുടെ കളി ഞാൻ പറയാണ്. അവര് നടന്നപ്പോ അവര് പറയാണ്, ദിലീപും അല്ല എന്താണ് കാവ്യ മറ്റേ പയ്യനെ വിട്ടു കേട്ടോ. അല്ല അയ്യോ അവര് മഹാപന്നെന്ന്, ആ പെൺകുട്ടി പാവം, മനസ്സിലില്ലേ? ഇവള് സിനിമയ്ക്ക് പുറത്ത്, ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി അഴിച്ചിട്ടുള്ളത്. അതാണ് ഇവളുടെ ഏറ്റവും വലിയ വിജയം. ആന്റി സത്യം, പക്ഷെ ഇവൻ അതിന് ബലിയാടായപ്പോ എനിക്ക് തകർന്നു ആന്റി. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ക്യാമറയ്ക്ക് പിന്നിൽ അവൾ തുണി അഴിച്ചു നോക്കി. ആര്? കാവ്യമാധവൻ. അതൊക്കെ എന്തോ കാവ്യമാധവനോടുള്ള ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞ പോലാണ് എനിക്കിത് കേട്ടപ്പോൾ ഫീൽ ആയത്. നമുക്ക് ദേഷ്യമുള്ള ഒരാളെ കുറിച്ച് നമ്മൾ മറ്റൊരാളോട് പറയുന്ന സമയത്ത് ലേശം പൊലിപ്പിച്ച് പറയല്ലോ, അങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞ പോലാണ് എനിക്കിത് തോന്നിയത്. എന്തായാലും ബാക്കിയൂടെ കേട്ടോ വെക്കാം. ഒരു കുഞ്ഞിനെ ബലിയാടാക്കേണ്ട കാര്യം അവക്കുണ്ടായിരുന്നോ? ഇവൾ ഇനിയും ഇതിനകത്ത് രക്ഷപ്പെടാൻ പോകുന്നൊന്നുമില്ല. ഇവളിപ്പോ ദാണ്ട് മമ്മൂട്ടി വേണ്ട പ്രമാണി എന്നുള്ള പടം കൊടുത്തില്ലല്ലോ അവക്ക്. ശരി. സ്നേഹം എടുക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു മമ്മൂട്ടിക്ക് അറിയില്ലോ സച്ചിനെ. മോഹൻലാൽ വിളിച്ചിരുന്നു, മനോജ് കജയൻ വിളിച്ചിരുന്നു, സുരേഷ് മേനക വിളിച്ചിരുന്നു, കലാരഞ്ജിനി ഇങ്ങോട്ട് വിളിച്ചു, സുരേഷ് ബാബു വിളിച്ചു. സകലമായ സിനിമയിലെ ഒരുപാട് പേര് മോന് സപ്പോർട്ട്. പിന്നല്ല തീർച്ചയായും. ശരി, ഇതൊക്കെ ഉള്ളതാണോ? കാവ്യമാധവന്റെ ഭർത്താവിനെതിരെ നടക്കുന്ന പ്രചരണങ്ങളെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി മോഹൻലാലും സുരേഷ് മേനകയും ഈ ഭർത്താവിന്റെയും വീട്ടുകാരെയും വിളിച്ചു പോലും. പിന്നെ അവർക്ക് അതല്ല പണി. അല്ലെങ്കിൽ ഇവരുടെ കുടുംബകാര്യത്തിൽ കയറി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും വെറുതെ ഉഞ്ഞുത്തിരിക്കല്ലേ ഈ പറയുന്ന മോഹൻലാലും സുരേഷ് മേനകും ഒക്കെ. അങ്ങോട്ട് തള്ളി മറിക്കന്നെ, മോഹൻലാൽ വിളിച്ചു സുരേഷ് മേനക വിളിച്ചു എന്നൊക്കെ. ഇവിടെ അല്ലെങ്കിലേ അവർക്ക് 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനിടയിൽ നിങ്ങളുടെ കുടുംബകാര്യത്തിൽ അവർക്ക് ഇടപെടാഞ്ഞിട്ടാണ്. എന്തായാലും നല്ല രസമുണ്ട്. ബാക്കി കേട്ടോക്കാം. അല്ലെങ്കിൽ ഞാൻ കാവ്യയുടെ കാര്യം ആന്റി, ഞാനൊന്നുമല്ല, ഞാനൊരു മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കലാരഞ്ജിനിയൊക്കെ ചോദിക്കുന്നു, എന്തിനാ മണിയാന്റി ഒരു ന്യൂസ്? ഇവള് നിശ്ചയം വരെ മോനെ ഇവള് രഹസ്യമാക്കിയിരുന്നു, അറിയാവോ? അതാണ് വെളിയിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോ ഇവള് സമ്മതിച്ചില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, ദിലീപ് വന്നോ കല്യാണത്തിന്? അവൻ കോട്ടയത്ത് നിൽക്കുമായിരുന്നു. മഞ്ജു അല്ലേ വന്നോളൂ? മഞ്ജു വന്നു. ഇപ്പൊ എന്നിട്ട് അവന് കോയിലോട്ട് എന്തിനാ ഇവൻ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയത് ഇവിടെ? അതാണ് ആന്റി, അതാണ്. പട്ടണത്തിൽ പോലും കഴിഞ്ഞ് വന്നപ്പെട്ടിട്ട് പെണ്ണ് എന്ത് ചെയ്ത് എവിടെ നിൽക്കത്തില്ല, അവർക്ക് അങ്ങ് പോകണം. എനിക്കറിയാം. കാരണം ഇവളുടെ ഡ്രൈവർ ആണ് നമുക്കറിയാവുന്ന ആള്. അല്ല മോനെ, ആകെപ്പാടെ മോനെ 2 മാസമേ ഇവിടെ ജീവിച്ചിട്ടുള്ളത്. ശരി, അപ്പൊ ആകെ 2 മാസം മാത്രമേ ആദ്യ ഭർത്താവിന്റെ അടുത്ത് കാവ്യമാധവൻ നിന്നിട്ടുള്ളൂ അല്ലേ? അതിനിടയ്ക്ക് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെല്ലാം കാവ്യമാധവൻ ഉണ്ടാക്കുകയും ചെയ്തു. വല്ലാത്തൊരവസ്ഥ എന്നല്ലേ? ആ പയ്യൻ എന്തോരം അനുഭവിച്ചിട്ടുണ്ടാകും. എന്തായാലും ബാക്കിയുടെ കേട്ടു വെക്കാം. പക്ഷെ അവൾ ഇത്രയും ആദ്യത്തെ ഒരു മാസം അവിടെ അമ്മ അച്ഛനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ പട്ടണത്തിൽ പോയിട്ടില്ല, പോയി ഷൂട്ടിങ്ങിന്. പോയിട്ട് വന്നത്ര 3 ആഴ്ച. അന്ന് ഗോപിക്കുണ്ട് ഇവിടെ, കണ്ണന്റെ ഭാര്യയുണ്ട് ഇവിടെ. അപ്പൊ കണ്ണന്റെ ഭാര്യ അങ്ങോട്ട് ഇപ്പൊ കൊട്ടേഷൻ കൊടുത്തിരിക്കുക മോനെ കൊല്ലാൻ. ഇതൊക്കെ ഉള്ളതാണോടെ? ദിലീപ് ആയതുകൊണ്ട് പിന്നെ പറയാനും പറ്റില്ല. കാരണം അതാണല്ലോ ദിലീപിന്റെ കയ്യിലിരിപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ആ പയ്യൻ ഇപ്പൊ ജീവനോട് ഇരിക്കുന്നതിന്റെ ഭാഗ്യം. അങ്ങനെ കൂട്ടിയാൽ മതി. ബാക്കിയാണ് നോക്കാം. അതാണ് ദിലീപിന്റെ മിടുക്ക്. അറിഞ്ഞൂടാ, അവൻ സിനിമയെ കാണുന്നുള്ളൂ ലോകം. നമ്മളാരാണെന്ന് അവന് മനസ്സിലായിട്ടില്ല. അല്ല, ഞാനിതാണ് പറഞ്ഞു, ഞാൻ ഏഷ്യാനെറ്റോട് ഞാൻ പറഞ്ഞു വരുന്നല്ല. ഈ എഴുതുന്നവർക്കും പറയുന്നവർക്കും, ഈവൻ കാവ്യക്ക് പോലും അറിഞ്ഞൂടാ. കാവ്യക്ക് പോലും ചെന്ന് എത്തപ്പെടാൻ പറ്റാത്ത ഒരു ഫാമിലിയാണ് അവര്. അതെല്ലാരും പറഞ്ഞത്. അത്രേ ഉള്ളൂ. അത് സത്യമായിട്ട് ആന്റി, ഭയങ്കര വിഷമമായി പോയി. കാരണം അവന് ശരിക്കും അവളെ ഒരു എന്താ പറയുക, ഒരു ഫാസിനേഷൻ ആയിരുന്നെങ്കിൽ അതൊന്ന് തീർത്താൽ മതിയായിരുന്നു. അത്രേ ഉള്ളൂ. സത്യപാവം. കൂട്ടുപോലെ ഒരാളോടുണ്ട്, കാർത്തിക. എവിടെ രഹസ്യങ്ങൾ മൊത്തം ഏതൊക്കെ ചെറുക്കന്മാരോട് പോകണം, തുണി അഴിക്കണം എന്നുള്ളത് പറയുന്നത് കാർത്തിക. നല്ല സാധനമാണ്. ഇതൊക്കെ പറഞ്ഞു എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇനിയിപ്പോ സുജാ കാർത്തികനെയും കൂടി ഇതിനിടയിലേക്ക് വലിച്ചയക്കാഞ്ഞിട്ടാണ്. അങ്ങോട്ട് ഇരുന്ന് പൊഴുപ്പ് പറയുന്നുണ്ട് അമ്മായിമ്മ. ടിപ്പിക്കൽ അമ്മായിമ്മ സ്വഭാവം തന്നെ. ബാക്കി കേട്ടോക്കാം. അവളും ദിലീപും കാവ്യം കൂടാണ് ഇത് കളിക്കുന്നത് മൊത്തം. സന്തോഷ് മാധവന്റെ അടുത്തൊക്കെ പോയിട്ടുള്ളത് തന്നെ അവന്. പിന്നല്ല, അറിയാം. കാരണം ഞാൻ പറഞ്ഞില്ല, ആൽമീഡിയെന്ന് ആവശ്യമുള്ള ന്യൂസുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്.
ലാൽ മീഡിയയോ? ഏത് ലാൽ മീഡിയ? ഇനി നമ്മുടെ സിനിമാ നടൻ ലാലിനാണ് ഉദ്ദേശിച്ചത്? ആർക്കറിയാം അല്ലേ? നല്ല ബാക്കി കേട്ടോക്കാം. കിട്ടുന്നോണ്ടാണ് ഞാൻ തകർന്നു പോയത്. അയ്യോ സച്ചിൻ നിശ്ചലിന് കാവ്യഭാഗത്തും ഞാൻ തകർന്നു. കാരണം അതിന് 1 മാസം മുമ്പ് വരെ ഞാൻ അവളുടെ വീട്ടിൽ പോയി ഇന്റർവ്യൂ എടുത്തത്. അവളുടെ വിദേശ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ ഇന്റർവ്യൂ എടുത്തു അവളുടെ പുതിയ വീട്ടിൽ എറണാകുളത്തെ. അതൊക്കെ ലോണിലാ മോനെ, പൈസയൊന്നും ഇല്ല. അങ്ങനെ ഉദ്ദേശിച്ചു, ഞാൻ ഉദ്ദേശിച്ചതല്ല. അപ്പോഴും പറഞ്ഞു നമ്മളിത് കേൾക്കാം. നമ്മള് സാധാരണ ഡൗറിയൊക്കെ പറയുന്നത് കല്യാണ സമയത്തല്ലേ പറയുന്നത്. അതെ അതെ അതെ. അന്ന് പോലും ഞാൻ സുനിലിന്റെ അടുത്ത് ചോദിച്ചു, എന്തുവാടാ നമ്മൾ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല ചേച്ചി. അതെ അതെ. പിന്നെ എന്തെന്നാടാ ഇപ്പൊ ഒരു പറച്ചിൽ വന്നത്? സ്വർണം പോലും നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര സ്വർണം ഇവർക്ക് തപ്പിയാ കിട്ടുമോ? എനിക്ക് അറിഞ്ഞൂടാ. സ്വർണം കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു മോനെ. അല്ല അങ്ങനെയല്ല ആന്റി, ആന്റിയുടെ ഒക്കെ ഒത്തിരി ഫാമിലി സെറ്റപ്പിലുള്ള സ്വർണം ഇവള് അതെല്ലാരും പറയുന്നത് നമ്മുടെ വീട്ടിൽ കയറാനുള്ള യോഗ്യത ഉണ്ടോ? അവൻ അത് രോമത്തിന്റെ വില കൊണ്ടോ? അല്ല അവനെ എന്തിനാ അവൻ ഇത്രയും എഡ്യൂക്കേറ്റഡ് അല്ലേ? അവൻ എനിക്ക് ഭയങ്കര വിഷമം. സത്യം അവള് മറ്റവന്റെ രുചി അറിഞ്ഞു, അതുകൊണ്ട്. ആരുടെ രുചി? ദിലീപിനെ കുറിച്ചായിരിക്കണം ഈ പറഞ്ഞത് അല്ലേ? ആവണമല്ലോ, അങ്ങനെ ആയിരിക്കണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. എന്തായാലും ബാക്കിയൂടെ ഇട്ട് വെക്കാം. അവൻ പറഞ്ഞോ നീ ഇത് കഴിയുമ്പോ പോരണം. അതെ അതെ അതെ. അയ്യോ ഈ ചെറുക്കന്റെ അടുത്ത് വേണ്ടായിരുന്നു, അത് അവള് തന്നെ അനുഭവിച്ചോളും. തീർച്ചയായും തീർച്ചയായും അവള് തന്നെ അനുഭവിക്കും. അവളാ ഒരു വെച്ച് ചോറിന് അവള് കിടന്ന് യാചിക്കുന്നു. തീർച്ചയായും. ആന്റി എന്ന് വരുന്നു ഇങ്ങോട്ടെ? വരുന്നുണ്ട് മോനെ, വരുന്നുണ്ടേ മോനെ വിളിക്കാൻ. വേറൊന്നുമല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഞാൻ ആരെങ്കിലും ഉമ്മ വരുന്നു, വേറൊന്നുമല്ല. ആന്റി എന്റെ നമ്പർ സൂക്ഷിച്ചു വെച്ചിട്ട് എന്ന് വിളിച്ചല്ലോ. സൂക്ഷിച്ചു വെച്ചു മോനെ. പിന്നെ ആന്റി ഇതുവരെയും ഇത്തിരി വിഷമത്തിലായിരുന്നു, ഇപ്പൊ എല്ലാം മാറി. സന്തോഷം ആന്റി, ഒരു കുഴപ്പമില്ല. ഞാൻ സച്ചു ഭയങ്കര ഹാപ്പിയായി ഇവള് പോയതിന് ശേഷം. ഇവനെ ഒത്തിരി ഹരാസ് ചെയ്തു മോനെ. നന്നായിരുന്നാ മതി. അല്ല മോനെ ഒരുപാട് ഹരാസ് ചെയ്തു അവള്. മനസ്സിലായി. അവൾ അങ്ങനത്തെ ടൈപ്പാണ് ആന്റി. ഒരു പെണ്ണല്ലേ, അവരുടെ വീട്ടിൽ ചെന്ന ഉടനെ ചോദിച്ചു ചോറ് വെക്കാൻ അറിയാമോ? അവരുടെ അമ്മ ചോദിച്ചു എന്തോ. അപ്പൊ ഇവന് ഇപ്പഴാ ഇതൊക്കെ പറയുന്നത്, ചോറ് വെക്കാൻ അറിയാമോ? ഉടനെ അമ്മ അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ. ഉടനെ അവന്റെ അടുത്ത് ചോദിച്ചു എന്താ ചോറ് വെക്കാൻ പഠിക്കാൻ ഞാൻ. കഷ്ടം. അപ്പൊ ഇവള് മോന്റെ അടുത്ത് ചോദിച്ചു, അത് തള്ള ചോദിച്ചത്. ഇവള് മോന്റെ അടുത്ത് ചോദിച്ചു പ്രണയിച്ചിട്ടുണ്ടോന്ന്. അപ്പൊ അവൻ പറഞ്ഞു പ്രണയിക്കാനല്ല എന്നെ വിട്ടത്, എന്നെ പഠിക്കാൻ അമേരിക്ക വിട്ടതെന്ന്. അവൻ പറയാം അമ്മേ എന്ത് വൃത്തിയായിട്ട വർത്താനൊക്കെ ഈ പെണ്ണ് പറയുന്നു. ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ടുപോകായിരുന്നോ? ഇതിനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു BP കൂടി 180 ആയി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് തോന്നി അത്രയ്ക്ക് മോനെ അങ്ങ് മുറിക്കാത്തിട്ട് ഇവിടെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു, അറിയാവോ ഇവന്. അപ്പൊ മോനെ അന്നമ്മ ചോദിച്ചു കൊച്ചുമോന് ചിരിയൊക്കെ പോയി, എന്തോ പറ്റി? പെണ്ണൊരുമ്പിട്ടാൽ അതാണ് ആന്റി, പെണ്ണൊരുമ്പിട്ടാൽ. അതാണ് അവർക്ക് ഇപ്പൊ തന്നെ അവർക്ക് സന്തോഷമായി ദിലീപിന്റെ. അന്നല്ല മോനോട് ആര് ചോദിച്ചാലും മോൻ പറഞ്ഞേക്കണം, ഇനി വിടണ്ട, വിട്ടുകൊടുക്കണം. ഞാൻ പറഞ്ഞത് എനിക്ക് സത്യം ഞാൻ അല്ല ഇനി അങ്ങ് വിസ്തരിക്കണം. ഇത് ഇവള് തന്നെ ഇവളെ കുഞ്ഞിനെ ബലിയാടാക്കിയെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ല ഞാൻ വിടത്തില്ല, അതോ സംശയമുള്ള കാര്യമാണ്. അപ്പൊ അതുപോലെ നമുക്ക് സംസാരിക്കുമ്പോൾ ഇതെല്ലാം സംസാരിക്കണം. നമ്മൾ എല്ലാവരും കൂടെ കൂടുന്നുണ്ട്. എന്താ കൊണ്ടുവരണേ ഇവിടുന്ന് വരുമ്പം? എന്തുകൊണ്ടാണ് സന്തോഷം എനിക്ക്. തീർച്ചയായും മോളോടും പറയണം കേട്ടോ, മോളോടും പറയണം. ശരി ഞാൻ കൊണ്ടുവരാം. ആദ്യം എപ്പോഴായിട്ട് വരുന്നു ഇങ്ങോട്ട്? വരുന്നുണ്ട്, ഉടൻ തന്നെ വരും. ശരി വിളിച്ചാൽ മതി ആന്റി. ഓക്കെ താങ്ക് യു ആന്റി. അപ്പുറത്തുള്ള ആൾ എന്താ സോപ്പിങ് അല്ലേ? സോപ്പിട്ട് പിയ്യാനുള്ളതെല്ലാം അമ്മായിമ്മേന്റെ അടുത്തുനിന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അമ്മായിമ്മ ആണെങ്കിൽ ഇയാളുടെ സോപ്പിൽ വീണ്ട് സൂക്ഷിച്ചിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എനിവേ അപ്പൊ ഇത്രയുമാണ് കാവ്യയെ കുറിച്ച് മുൻ അമ്മായിമ്മ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ. ഇതിൽ കുറെയൊക്കെ ഇവര് കാവ്യനുള്ള ദേഷ്യത്തിന് പുറത്ത് എന്തൊക്കെയോ പറയുന്നതായിട്ടാണ് തോന്നിയത്. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ സത്യമുണ്ട്, പ്രത്യേകിച്ച് ദിലീപുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് ഞാനിനി കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താണ് ദിലീപും കാവ്യം തമ്മിൽ നടന്നെന്നുള്ളത് എല്ലാവരും അറിഞ്ഞ കാര്യമാണല്ലോ. എന്തായാലും കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.